ഹായ് ഗസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് എന്ത് ചെയ്യാമെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പൂന്തോട്ടത്തിൽ പോകാമെന്നൊരു ഐഡിയ കിട്ടിയത്. ശരി, അപ്പോൾ പൂന്തോട്ടത്തിൽ പോകാൻ ഞാൻ മാത്രം പോയാൽ ബോറടിക്കില്ലേ? അതുകൊണ്ട് ഞാൻ എൻ്റെ ചങ്ങാതിയും കൂടെ ഞാൻ ഫോൺ ചെയ്ത് വിളിച്ചപ്പോൾ അവനും വന്നു. പിന്നെ നേരെ ഞാനും അവനും കൂടെ വണ്ടി എടുത്തിട്ട് പൂന്തോട്ടത്തിലോട്ട് പോയി. പോയപ്പോൾ തന്നെ നല്ലോണം സംസാരിച്ച് പോയി. നല്ല ടൈം പാസ് ആയിരുന്നു. പിന്നെ അവിടെ പോയി എത്തി നോക്കിയപ്പോൾ ഒരുപാട് ചെടി ഉണ്ടായിരുന്നു. ചെടിയിൽ പൂവുണ്ടായിരുന്നു. അതിനൊക്കെ അങ്ങനെ നോക്കി നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. അതിനെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. കാണാം. ഇതാണ് ചെടി, തൊട്ടി നിൽക്കുന്ന ചെടി. അത്രേ ഉള്ളൂ, ഇവിടെ വേറെ ഒന്നുമില്ല. സത്യം പറഞ്ഞ് എനിക്കിവിടെ വന്ന് ഭയങ്കര ബോറായി. ഒന്നും ഇൻട്രസ്റ്റിംഗ് ആയിട്ടില്ലായിരുന്നു. ഞാൻ പിന്നെ ശരി വന്നതിന് 2 ചെടി വാങ്ങുന്ന 2 ചെടിയും വാങ്ങിച്ചുകൊണ്ട് ഞാൻ പിന്നെ ഇറങ്ങിയിട്ട് പിന്നെ തിരിച്ചപ്പോഴാണ് എനിക്ക് അവനും കൂടെ ഒരു ഐഡിയ വന്നത്. കുറച്ച് തൊട്ടപ്പുറത്ത് തന്നെ ആദ്യം നിലയൊന്നൊരു പൂന്തോട്ടമുണ്ട്. അവിടെ പോയി പിന്നെ പണ്ട് ഫ്ലവർ ഷോ ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരിക്കും. അതുകൊണ്ട് പിന്നെ ശരി ഓക്കെ, ഇപ്പോൾ ഒരിക്കൽ പോയി നോക്കാം, ഒരുപാട് ദിവസമായില്ലേ, പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞാനും അവനും കൂടെ നേരെ അങ്ങോട്ട് വിട്ടു. അവിടെ പോയി കണ്ടു. പോയപ്പോൾ ഒരുപാട് ചെടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അകത്ത് കയറി മീനൊക്കെ കണ്ടു. ക്ലിപ്പൊക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അവിടെ തക്കുവറി ഉണ്ടല്ലോ, ഇതിൻ്റെ ചെറുത് കിടക്കും. ഒരുപാട് മീനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കിതിൽ ഇഷ്ടപ്പെട്ടത് ഈ വലിയ ടാങ്കിലിട്ടിരിക്കുന്ന ഈ മീനുകളാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ കണ്ടപ്പോൾ ഷോക്കായിപ്പോയി. എന്ന് വെച്ചാൽ ഈ ഇടക്കാലങ്ങളിലൊന്നും ഞാൻ ഇങ്ങനത്തെ വലിയ ടാങ്കിൽ വലിയ മീനൊന്നും ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. പെട്ടെന്ന് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഷോക്കായി. പക്ഷെ എനിക്കത് നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ കുറേ സമയം സാംസങ് ഫോണിൻ്റെ വാൾപേപ്പറിലൊന്നും നടക്കും. മീനടാ, ഇത്രയിരിക്കുന്നു ഇവിടെ. ഒരു കൂട്ടിൽ നോക്കിയപ്പോൾ മറ്റേ ഫാൻസി PG ഉണ്ടെന്ന് എഴുതിയിരുന്നു. ഞാൻ പിന്നെ അകത്ത് നോക്കിയപ്പോൾ PG ഒന്നും കണ്ടില്ല. കണ്ടോ? പൂച്ചക്കുട്ടി പുറത്ത് ചാടിയിരിക്കുകയാണ്. എന്തിനാണ് ചാടിയെന്നൊന്നും അതിനും അറിഞ്ഞൂടാ, എൻ്റെ അമ്മയ്ക്ക് അറിഞ്ഞൂടാ, നമുക്കറിഞ്ഞൂടാ. ഉള്ളിൽ പോ. കാരണം സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങനെ എടുത്തോണ്ട്. എന്തോ ഒരു പക്ഷിയാണ്, എൻ്റെ പേര്. സമയമില്ലാത്തതുകൊണ്ട് ഞാനും അവനും കൂടെ തിരിച്ച് ഇറങ്ങി വന്നുകൊണ്ടിരുന്നപ്പോൾ പിന്നെ കയറിയപ്പോൾ വെൽക്കം എന്നുള്ള ഇത് എടുത്തില്ല. അതുകൊണ്ട് പിന്നെ തിരിച്ചു വന്നപ്പോൾ എടുത്തു. അതെൻ്റെ ക്യാമറാമാൻ പറയും എന്താണെന്ന്. വന്നപ്പോൾ വെൽക്കം എടുക്കാൻ മറന്നു പോയത് കൊണ്ടാണ് പോകുമ്പോൾ വെൽക്കം എടുത്തിട്ട് പോകുന്നത്. ടൈമില്ലാത്തതുകൊണ്ട് ഞാനും അവനും കൂടെ തിരിച്ചു വീട്ടിൽ വന്നുകൊണ്ടിരുന്നു. പിന്നെ ഈ വീഡിയോ പ്ലേ ആകുന്ന ആ ടൈം തന്നെ എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ടായിരുന്നു. എന്തെന്നാൽ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ ഈ ചാനൽ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് അത്ര താല്പര്യമില്ലായിരുന്നു. ഫസ്റ്റ് വീഡിയോ ഒക്കെ ഇട്ടപ്പോൾ അത് ഫുൾ ഇൻട്രസ്റ്റോടെ ഒന്നുമല്ല ഞാൻ ഇട്ടത്. ജസ്റ്റ് ചുമ്മാ ഒരു ടൈം പാസിന് വേണ്ടിയിട്ടാണ് ഇട്ടത്. പക്ഷേ എനിക്കിപ്പോൾ വീഡിയോ ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് കണ്ടൻറ് ഇല്ല. അതുകൊണ്ട് വീഡിയോ കാണുന്ന നിങ്ങളുടെ മൈൻഡിൽ എന്തെങ്കിലും കണ്ടൻറ്റൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയാം. അത് എന്നോട് പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യാം. പറ്റുന്നുണ്ടെങ്കിൽ അല്ല, മാക്സിമം ഞാൻ ചെയ്യാൻ ട്രൈ ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറക്കാതെ നിങ്ങളുടെ തോട്ട്സൊക്കെ കമൻറ്റ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോ കാണാം.
Until then, bye.